വെൽക്കം. വെറും 3 മിനിറ്റ് കൊണ്ട് പണം ആകർഷിക്കാൻ പഠിക്കാവുന്ന ഒരു ടെക്നിക്കാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ചെറിയ ശീലങ്ങൾ വലിയ സാമ്പത്തിക മാറ്റം സൃഷ്ടിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാറ്റം ഒരു വലിയ ബിസിനസ്സിലൂടെയോ അല്ലെങ്കിൽ ഒരു വലിയ ശമ്പളമില്ല ജോലിയോടെയോ ആയിരിക്കില്ല. വെറും 3 മിനിറ്റിലൂടെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും. അത് ആദ്യം അസംബന്ധമായിട്ട് തോന്നാം. 3 മിനിറ്റ് കൊണ്ട് ആരുടെയെങ്കിലും ബാങ്ക് ബാലൻസ് മാറുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ യഥാർത്ഥ ചോദ്യം അതല്ല, 3 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മനസ്സ് മാറുമോ എന്നതാണ്. കാരണം മനുഷ്യൻ പണം സമ്പാദിക്കുന്നത് ആദ്യം കൈകൾ കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. കൈകൾ പിന്നീട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വളരെ ചെറിയ ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു വിത്ത് കാണുമ്പോൾ അതിൽ ഒരു വലിയ വൃക്ഷത്തെ ആരും കാണില്ല, പക്ഷേ പ്രകൃതി കാണുന്നു. അതുപോലെ നിങ്ങളുടെ ദിവസത്തിലെ 3 മിനിറ്റിൽ നിങ്ങളുടെ ഭാവിയുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഒരു വിത്ത് അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ രാവിലെ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളുടെ ആദ്യ ചിന്ത എന്താണ്? ഇന്നും പോരാട്ടമാണോ? പണം മതിയാകില്ല അങ്ങനെയുള്ള ഭയമാണോ? അല്ലെങ്കിൽ ജീവിതം വീണ്ടും വീണ്ടും അതേ പ്രശ്നങ്ങൾ തന്നെയാണോ എന്ന് മനസ്സ് ചോദിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിവസം മുഴുവൻ മനഃശാസ്ത്രത്തിലെ ഒരു സത്യമുണ്ട്. മനുഷ്യന്റെ തലച്ചോർ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും കുറവുകളെക്കുറിച്ച് ചിന്തിച്ച് ദിവസം ആരംഭിച്ചാൽ തലച്ചോറ് ദിവസം മുഴുവൻ കുറവുകളുടെ തെളിവുകൾ അന്വേഷിക്കും. നിങ്ങൾ അവസരങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ തലച്ചോർ അവസരങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. ഇതിനെ പലരും ആകർഷണ നിയമം എന്ന് വിളിക്കുന്നു. ചിലർ അതിനെ ആത്മീയമായി കാണുന്നു. എന്തായാലും ഒരു പൊതുവായ സത്യമുണ്ട്. നിങ്ങൾ തുടർച്ചയായി ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം പതുക്കെ നീങ്ങാൻ തുടങ്ങും. അതുകൊണ്ടാണ് ദിവസം 3 മിനിറ്റ് മനസ്സിനെ പരിശീലിപ്പിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ആ 3 മിനിറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇനി ഞാൻ പറയാം. ആദ്യം 1 മിനിറ്റ് ശാന്തമായിരിക്കുക. നിങ്ങളുടെ ശ്വാസം മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ഭയം മനസ്സിൽ കാണുക. അതിനെ ഓടിക്കളിക്കാൻ ശ്രമിക്കേണ്ട, അതുമായി വഴക്കിടേണ്ട. അത് ഉണ്ടെന്ന് മാത്രം അംഗീകരിക്കുക. കാരണം അംഗീകരിക്കപ്പെടാത്ത ഭയം മനസ്സിനെ ഇരുട്ടിൽ വളരുന്നു. അംഗീകരിച്ച ഭയം പതുക്കെ ശക്തി നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾക്ക് ഭയമുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. 2-ാമത്തെ മിനിറ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകമുള്ള സമ്പത്തുകളെ പറ്റി ഓർക്കുക. ബാങ്ക് ബാലൻസ് മാത്രം സമ്പത്തല്ല, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ചുറ്റുമുള്ള സ്നേഹിക്കുന്ന ആളുകൾ, പഠിക്കാനുള്ള അവസരം, ഇവയെല്ലാം സമ്പത്തിൻ്റെ രൂപങ്ങളാണ്. നന്ദി പറയാൻ തുടങ്ങുമ്പോൾ തലച്ചോർ ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാനസിക യാത്ര ആരംഭിക്കുന്നു. നന്ദി പറയുന്ന വെറും ആത്മീയ ആചാരമല്ല, അതിന് പിന്നിൽ മനഃശാസ്ത്രമുണ്ട്. നന്ദി അനുഭവിക്കുന്ന സമയത്ത് തലച്ചോറിലെ ചില പോസിറ്റീവ് വികാരങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കൂടുതൽ സജീവമാകുന്നു. അതോടെ ഭയം കുറയുകയും വ്യക്തത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 3-ാമത്തെ മിനിറ്റ്, ഇന്ന് ഞാൻ പണവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു നല്ല തീരുമാനം എന്താണ് എന്ന് സ്വയം ചോദിക്കുക. അത് വലിയ നിക്ഷേപം ആകണം എന്നില്ല. അനാവശ്യ ചെലവ് ഒഴിവാക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് പഠിക്കുന്നതാവാം, ഒരു നല്ല പുസ്തകത്തിൻ്റെ ഒരു പേജ് വായിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുന്നതാവാം, ഒരു പുതിയ ആശയം കുറിച്ച് വയ്ക്കുന്നതാവാം. ഈ ചെറിയ തീരുമാനം നിങ്ങളുടെ തലച്ചോറിനൊരു സന്ദേശം നൽകുന്നു. ഞാൻ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. മിക്ക ആളുകളും പണം വരുമ്പോൾ ജീവിതം മാറുമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ജീവിതം മാറാൻ തുടങ്ങുന്നത് നിങ്ങളുടെ മനസ്സ് മാറുമ്പോഴാണ്. ഒരു ദിവസം കൊണ്ട് ആരും സമ്പന്നരാകില്ല. പക്ഷേ എല്ലാ ദിവസവും ഒരേ തെറ്റുകൾ ചെയ്യുന്നവർ പതുക്കെ ദാരിദ്ര്യത്തെ ശീലമാക്കുന്നു. അതുപോലെ എല്ലാ ദിവസവും ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നവർ സമ്പത്തിനെ ശീലമാക്കുന്നു. ഒരു രസകരമായ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് ചെറിയ തുക കിട്ടിയാലും അത് അവർ വളർത്തും. മറ്റു ചിലർ വലിയ തുക കിട്ടിയാലും അത് കൈവിട്ടു പോകും. കാരണം പണത്തെ നിയന്ത്രിക്കുന്നത് പോക്കറ്റല്ല, നിങ്ങളുടെ മനസ്സാണ്. ഒരു ദരിദ്ര മനോഭാവം എപ്പോഴും ഇന്ന് മാത്രം കാണും, ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം ചിന്തിക്കും. ഒരു സമ്പന്ന മനോഭാവം നാളെയെ കൂടി കാണും. അതുകൊണ്ടാണ് ചിലർക്ക് 1000 രൂപ ചിലവഴിക്കുന്നത് വളരെ എളുപ്പമാകുന്നത്, എന്നാൽ 100 രൂപ നിക്ഷേപിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായെത്തുന്നു. ഉടനടി സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തലച്ചോറിന് ഇഷ്ടമാണ്. ഭാവിയിലെ നേട്ടങ്ങൾക്കായി കാത്തിരിക്കാൻ പരിശീലനം വേണം. ഈ പരിശീലനമാണ് 3 മിനിറ്റിലൂടെ ആരംഭിക്കുന്നത്. പലരും കരുതുന്നത് ആകർഷണ നിയമം എന്നത് കണ്ണടച്ച് പണം സങ്കല്പിക്കുന്നതാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസങ്ങളെ മാറ്റുന്ന പ്രക്രിയയാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? പണത്തെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? വിജയത്തെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? അതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിശബ്ദമായി നിയന്ത്രിക്കുന്നത്. ഒരു മനുഷ്യൻ ഞാൻ ഒരിക്കലും വിജയിക്കില്ല എന്ന് വിശ്വസിച്ചാൽ വലിയ അവസരം വന്നാലും അവൻ പിന്നോട്ട് പോകും. മറ്റൊരാൾ പഠിച്ചുകൊണ്ട് മുന്നേറാം എന്ന് വിശ്വസിച്ചാൽ ചെറിയ അവസരങ്ങൾ പോലും വലിയ ഭാവി കണ്ടെത്തും. ജീവിതത്തിലെ പല വിജയങ്ങളും പുറത്തുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. ഉള്ളിൽ അനുമതിയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. നിങ്ങൾ സ്വയം വിജയിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടോ? നിങ്ങൾ സമ്പന്നനാകാൻ അർഹനാണെന്ന് ഒരിക്കലെങ്കിലും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പണം മറ്റുള്ളവർക്കുള്ളതാണ് എന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ?
ഇത്തരം വിശ്വാസങ്ങൾ പലപ്പോഴും കുട്ടിക്കാലത്ത് രൂപപ്പെടുന്നു. വീട്ടിൽ പണത്തെക്കുറിച്ച് കേട്ട വാക്കുകൾ, സമൂഹത്തിൽ കണ്ട അനുഭവങ്ങൾ, പരാജയങ്ങളുടെ ഓർമ്മകൾ എല്ലാം ചേർന്ന് ഒരു അദൃശ്യ ഭൂപടം ഉണ്ടാക്കുന്നു. പിന്നീട് അതനുസരിച്ച് ജീവിതം പോകുന്നു. എന്നാൽ ഒരു നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഭൂപടം മാറ്റാൻ സാധിക്കും. അതിനാദ്യം വഴി മാറ്റേണ്ടതില്ല, ചിന്ത മാറ്റിയാൽ മതി. 3 മിനിറ്റ് എന്നത് സമയം മാത്രമല്ല, അത് നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളോട് നടത്തുന്ന ഒരു നിശബ്ദ സംഭാഷണമാണ്. ഓരോ ദിവസവും ഈ പരിശീലനം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുകയാണ്, ഞാൻ ഭയത്തേക്കാൾ വലിയവനാണ്, ഞാൻ കുറവുകളേക്കാൾ വലിയവളാണ്, ഞാൻ പുതിയ തീരുമാനമെടുക്കാൻ തയ്യാറാണ്. ആ സമയം അത്ഭുതമൊന്നും സംഭവിക്കില്ല, പക്ഷേ പതുക്കെ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ചിലവഴിക്കാൻ തുടങ്ങും, കൂടുതൽ പഠിക്കാൻ താല്പര്യം തോന്നും, അവസരങ്ങൾ മുമ്പത്തേക്കാൾ വ്യക്തമായി കാണാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മവിശ്വാസം ചെറിയ തോതിൽ വളരും. ആ ചെറിയ വളർച്ചയാണ് പിന്നീട് വലിയ സാമ്പത്തിക മാറ്റത്തിൻ്റെ അടിസ്ഥാനം. ഒരു കെട്ടിടം ഉയരുന്നതിന് മുൻപ് അതിൻ്റെ അടിത്തറ പണിയപ്പെടുന്നു. അതാരും കാണുന്നില്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അവിടെയാണ് നടക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിനും അത് തന്നെ സത്യം. പുറത്തുള്ള സമ്പത്ത് വളരുന്നതിന് മുൻപ് ഉള്ളിലെ അടിത്തറ ശക്തമാണ്. അതുകൊണ്ട് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും 3 മിനിറ്റ് നിങ്ങൾക്കായി മാറ്റിവെക്കുക. ശ്വാസത്തെ ശ്രദ്ധിക്കുക, നന്ദി അനുഭവിക്കുക, ഒരു നല്ല സാമ്പത്തിക തീരുമാനം എടുക്കുക. ഇത് ചെറിയ ശീലം പോലെ തോന്നാം, പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ വാതിലുകൾ തുറക്കുന്നത് പലപ്പോഴും ഏറ്റവും ചെറിയ താക്കോലുകളിലാണ്. ഒരു ദിവസം നിങ്ങൾ പിന്നിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ജീവിതം മാറിയത് വലിയൊരു അവസരമായിരുന്നു എന്ന്. വെറും 3 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ തീരുമാനിച്ച ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ 3 മിനിറ്റ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യും, ജീവിത വിജയം നേടും.